പലരും ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യമാണ് ബേസ് വേരിയൻ്റ് വാഹനം എടുക്കും, അല്ലെങ്കിൽ ലോവർ വേരിയൻ്റ് വാഹനം എടുക്കും, എന്നിട്ട് അതിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യും, അതുപോലെ ഫോഗ് ലാമ്പ് അപ്ഗ്രേഡ് ചെയ്യും. ഇതുകൊണ്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു ഹെഡ്ലൈറ്റ് ഫോഗ് ലാമ്പ് വാഹനത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പവർ ഉള്ളത് ഇട്ടാലുള്ള പ്രശ്നം, അതിൻ്റെ വയറിങ് പെട്ടെന്ന് ഡാമേജ് ആവും. അതായത് കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ വയർ ഹീറ്റായി അത് ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. അത് ബേൺ ആയില്ലെങ്കിലും ലോങ് ടേമിൽ ഈ ഒരു വയർ സ്റ്റിഫായി ഡാമേജ് വന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമത്തൊരു പ്രശ്നം, ഹെഡ്ലൈറ്റിൻ്റെ പവർ കൂടുന്നത് കൊണ്ട് ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് ഇതൊരു മഞ്ഞ കളറിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ക്രാക്കുകളും വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഫോഗ് ലാമ്പിൻ്റെ കാര്യം എടുത്താൽ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അതുപോലെ എക്സ്ട്രാ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർ ഉള്ള ലൈറ്റ് ഇടുന്നത് കൊണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് പോലുള്ള ഭാഗം ഇത് പെട്ടെന്ന് നാശമാകാൻ സാധ്യതയുണ്ട്. അത് ഇത് കൂടുതൽ ഈ ഹീറ്റ് ഇവിടെയൊക്കെ അടിച്ച് ഇത് പെട്ടെന്ന് മങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലുള്ള ഹെഡ്ലൈറ്റ് ഫോഗ് ലാമ്പ് അപ്ഗ്രേഡേഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിൽ ഫോക്കസ് ചെയ്യുന്ന വിധത്തിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റ് ആണ്. ഇപ്പോൾ നോർമൽ റിഫ്ലക്ടർ ലൈറ്റിനുള്ളിൽ നമ്മൾ LED ബൾബ് ഇടുമ്പോൾ ഒരിക്കലും കറക്റ്റ് ഫോക്കസ് കിട്ടില്ല. ഈ ലൈറ്റ് പല ഭാഗത്തേക്കായി വ്യാപിക്കാൻ സാധ്യതയുണ്ട്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ലെൻസ് സെറ്റപ്പാണ്. എന്നാൽ റിഫ്ലക്ടർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രൊജക്ടർ അല്ല, അതിൽ കുറേ മിറേഴ്സാണ്. ആ ഒരു ലൈറ്റിൻ്റെ നീളം, ഈ ഫ്രണ്ടിലേക്കുള്ള നീളം, ആ ഒരു നീളത്തിൽ വ്യത്യാസം വരുമ്പോൾ ലൈറ്റിൻ്റെ കംപ്ലീറ്റ് ഫോക്കസും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച പോലെയുള്ളൊരു റിസൾട്ട് കിട്ടണം എന്നില്ല. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ഫോഗ് ലാമ്പ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങൾ.